തന്തയാണെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അവരെന്നെ തല്ലിക്കൊല്ലും. നല്ല കാര്യം. സോറി സാർ. എന്താ അമ്മേ? കുമാരനെല്ലൂരോ? അവൻ അവിടെ ഉണ്ടെന്നാ കേൾക്കുന്നേ. നീ നിന്റെ പോലീസിന് വിട്ടൊന്ന് അന്വേഷിക്കടാ. എന്റെ ചേട്ടൻ നാട് വിട്ട് പോകുമ്പോഴൊക്കെ പോയി കണ്ടുപിടിച്ചോണ്ട് വരുന്നതല്ല പോലീസിന്റെ പണി. ചാണ്ടി കുഞ്ഞിനോട് പറഞ്ഞിട്ടില്ലേ? ആ, അവന്റെ ചവറ് വണ്ടിയിലേക്ക് എടുത്തോണ്ട് വന്നോളൂ. ഇവിടെ മുതൽ അന്വേഷണം തുടങ്ങി. നീ അവന്റെ ആരാന്നാ പറഞ്ഞത്? അതൊക്കെ പറയാം. ആദ്യം ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്ന് അറിയട്ടെ. അയാളാണ് നിങ്ങൾ പറഞ്ഞ കാശ് ഇപ്പൊ ഇവിടെ എത്തും. ഇതിനു വേണ്ടി അയാളുടെ ഫാമിലി ഒരു ഫണ്ട് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ആട്ടെ, അടി എങ്ങനെയാ തുടങ്ങിയത്? പുള്ളി കയറി വന്നപ്പോ ഹലോ സാറെന്ന് ഞാൻ പറഞ്ഞു. പുള്ളി ഹലോന്നും പറഞ്ഞ ഒരു ഒറ്റ അടിയാ. എന്റെ കർത്താവ്, സ്നേഹം കൊണ്ടാ. സ്നേഹം കൊണ്ട് എന്നെ കാണുമ്പോഴും ഹലോ എന്ന് പറഞ്ഞ അടിയാ തരുന്നേ. ഒരു ശീലം, അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ. ഇവിടെ അടുത്തെങ്ങാനുണ്ടോ എന്ന് ഞാനും നോക്കട്ടെ. സ്വിച്ച് ഓഫ് അല്ല, പരിധിക്ക് പുറത്താണ്. ഇവിടെ മൊബൈൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് ഏതെങ്കിലും ബാറുണ്ടോ? ബാറില്ല, പുഴക്കരയിൽ ഒരു ഷാപ്പുണ്ട്. അവിടെ ഫോൺ കിട്ടില്ല. ആ, അവിടെ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ അവന്റെ സകല ശീലവും മാറ്റി അവര് വിടും. എന്റെ കർത്താവ്. എന്റെ പേര് വടക്കാഞ്ചേരി വക്കച്ചൻ. വെടക്ക് വക്കൻ എന്ന് പറഞ്ഞാൽ അറിയും. ഞാൻ ബത്തേരി ബാപ്പു, കൊലകൊല്ലിന്ന് വിളിക്കും. നമ്മള് പട്ടാമ്പി രവി, ചട്ടമ്പി രവി എന്നാ ഗുണ്ടാ ലിസ്റ്റില്. പോലീസിന്റെ ഗുണ്ടാ ലിസ്റ്റിലും റൗഡ് ലിസ്റ്റിലും കേഡ് ലിസ്റ്റിലും ഒക്കെ ഞങ്ങളുടെ പേര് എപ്പോഴും കാണും. സത്യം പറഞ്ഞ ആ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തെത്താൻ ഞങ്ങൾ തമ്മിൽ ആരോഗ്യപരമായ ഒരു മത്സരം പോലുമുണ്ട്. ഞങ്ങള് മൂന്നാളും പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ഷാപ്പായത്. ഇവിടെ വന്ന് ഉറക്കത്തുമ്പാൻ പോലും ഒരാളും ധൈര്യപ്പെടാറില്ല. എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം. എനിക്കെന്തോ അസുഖമുണ്ട്. കാരണം നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പേടിയാവുന്നില്ല. അതൊരു കുഴപ്പമല്ലേ ചേട്ടന്മാരെ? എന്റെ പേര് ശിവരാമൻ, വക്കീല. ക്രിമിനൽ ലോയറെ എന്ന ആൾക്കാർ വിളിക്കും. അത് നമ്മുടെ കയ്യിലിരിപ്പിന്റെയും കൂടിയാ. ഈ KD റൗഡി ലിസ്റ്റിലൊക്കെ എന്റെ പേരും ഉണ്ട്. ഒരു അപ്കമിങ് സ്റ്റേജിലായതുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടില്ലെന്ന് മാത്രം. സംഗതികളുടെ കിടപ്പ് വശം വെച്ച് നോക്കുമ്പോൾ നമ്മൾ 4 പേരും ഒരേ നുഖത്തിൽ കിട്ടാവുന്ന ഗുണ്ടകളാണ്. അതുകൊണ്ട് ഈ ടോഡി ബാർ നമുക്ക് 4 പേർ കൂടെ നടത്തിയാലോ? ദേ അതിന്റെ പൂജ. പെട്ടെന്ന് തീരുമാനിക്കണ്ട. കൂടെ നിർത്താൻ പറ്റിയ ആളാണോ എന്ന് നല്ലപോലെ ബോധ്യപ്പെട്ടിട്ട് മതി. എന്റെടാ കുഞ്ഞില്ലടാ. എന്താടാ? വാടാ.